Hello guys, welcome back to my YouTube channel. ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നമ്മുടെ വീഡിയോസ് ഈ വർഷം വളരെ ഡള്ളാണ്. നമ്മുടെ വീഡിയോസ് അധികം ഒന്നുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് കാണുന്നത്. നമുക്കധികം ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് ഞാൻ പഠിക്കുന്നുണ്ട്, കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ തിരക്കുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അത് പറ്റാത്തത്. ഓക്കെ, സോ നമുക്ക് ലാസ്റ്റ് ഒരു മാസം മുന്നേ ഇട്ടതാണെന്ന് അറിയാം ഈ വീഡിയോയിൽ, ഈ ഒരു ചാനലിൽ. അപ്പം അതുകൊണ്ട് അതാണ് കേട്ടോ കാര്യം. ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കപ്പോൾ എന്താ പറയുക, നമുക്കപ്പോൾ ഇന്നത്തെ ആ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ഒരു തീരുമാനമെടുക്കുമ്പോൾ മാത്രമേ ഈ റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വരികയുള്ളൂ. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് കാണുക. ഓക്കെ, അപ്പോൾ യഥാർത്ഥത്തിൽ ഏതൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, ആ പേഴ്സന്റെ നിലപാട് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫീലിങ്സ്, കാരണം ഇപ്പം നിങ്ങളായിട്ട് സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം, നിങ്ങളുടെ അടുത്ത് നിന്നും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപാട് അകലെയായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരിക്കാം. എനിവേ, എന്താണ് ഈ പേഴ്സണെ നിങ്ങളെ കുറിച്ചിട്ടുള്ള ആ ഒരു ചിന്താഗതി എന്ന്, മനോഭാവം എന്ന് നമുക്ക് നോക്കാം. യെസ്, ഡെസ്റ്റിനിയാണ്. ഐ ആം സ്ട്രഗിളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ഓക്കെ, അപ്പോൾ ഐ ആം സ്ട്രഗിളിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത് എന്നാണ്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തെറ്റാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയും, അല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റാരെങ്കിലും വഴിതെറ്റിക്കുകയും ചെയ്തതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് നല്ലത്. അത് സത്യമാണ്. ഓക്കെ, നിങ്ങളുടെ സ്നേഹം സത്യമായിരുന്നു, നിങ്ങൾ ഉള്ളവരായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. ബട്ട് അതിൻ്റെ ഇടയിൽ ചില ശത്രുക്കൾ, അല്ലെങ്കിൽ വേണ്ടാത്ത വ്യക്തികൾ, വേണ്ടാത്ത മനുഷ്യന്മാര് എല്ലായിടത്തും ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള മനുഷ്യന്മാര് അല്ലേ? പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ട് എന്ന് പറയുന്നത് പോലെ നെഗറ്റീവായിട്ടുള്ള ആ ഒരു മനുഷ്യരിൽ നിന്നും അത് ചിലപ്പോൾ ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, അത്തരം വ്യക്തികളിൽ നിന്നും ഈ പേഴ്സന് തെറ്റായ ഒരു ധാരണ ഉണ്ടാവുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ശരിയല്ല, അത് കൊള്ളില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക്, അതായത് തെറ്റിദ്ധരിക്കപ്പെടുക, ആ വാക്ക് തന്നെ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു, തെറ്റിദ്ധരിക്കപ്പെടുക. അപ്പോൾ തെറ്റിദ്ധരിച്ചു, അതായത് നിങ്ങൾ ശരിയല്ല എന്നുള്ളത് ഈ പേഴ്സൺ തെറ്റിദ്ധരിച്ചു. നിങ്ങളുടെ സ്നേഹം കപടമാണ്, കള്ളമാണ് എന്ന് ഈ പേഴ്സണെ മറ്റാരൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയപ്പോൾ ഈ പേഴ്സൺ ആ ഒരു റോങ് പാത്തിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു തെറ്റിപ്പോയ വഴിയിൽ നിന്നും എങ്ങനെയെങ്കിലും നേരായ വഴിയിലേക്ക് വന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീലിംഗ് ദ ഹാർട്ട് ആണ്, പവർ ഓഫ് സെൽഫ് ലവ് ആണ്. ഒരുപക്ഷെ ഈ പേഴ്സൺ ഒറ്റപ്പെട്ടു പോയ സമയത്ത്, അതായത് നിങ്ങളെയും വേണ്ട, നിങ്ങളായിട്ടുള്ള പ്രണയബന്ധവും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ നല്ല രീതിയിൽ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് സ്വന്തം വാല്യൂ മനസ്സിലാക്കുവാനും, തൻ്റെ സ്വന്തം തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിയുവാനും, തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത്, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയത്, തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തി ഓർക്കുകയും
അതിനനുസരിച്ച്, അതായത് ആ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനുമുള്ള ഒരു മനസ്സാണ് ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സൺ ഉറപ്പായിട്ടും ആ ഒരു സെൽഫ് ലവിലേക്ക് വന്നുകൊണ്ടിരിക്കണം. അപ്പൊ സ്വന്തമായിട്ട് മേ ബി എന്തെങ്കിലും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടാകണം, പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകണം. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സെൽഫ് ലവിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ഈ പ്രണയത്തെ തിരിച്ചറിയാനും നിങ്ങളുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ റിലീസ് യുവർ ഗിൽറ്റ് എന്നാണ്. അതായത് ഈ പേഴ്സണ് പലപ്പോഴും നിങ്ങളെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ പേഴ്സണ് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ മാറ്റി നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം അത് തെറ്റിദ്ധാരണകളുടെ കാരണങ്ങൾ കൊണ്ട് മാത്രമാണ്. അതായത് തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് മാത്രം, ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു പശ്ചാത്താപമാണ് ഈ പേഴ്സണെ കൂടുതൽ സങ്കടത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി, അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്താപം, ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള ആ ഒരു പശ്ചാത്താപം മനസ്സിൽ നിന്നും മാറ്റിയെടുത്തിട്ട് മനസ്സ് പരിശുദ്ധമായി ധൈര്യത്തോടു കൂടി പലപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ വരാനോ നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനോ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പുനരാരംഭിക്കാനോ റീസ്റ്റാർട്ട് ചെയ്യാനോ ഈ പേഴ്സണ് ധൈര്യമില്ല എന്നുള്ളതാണ്. അഹങ്കാരം കൊണ്ടല്ല, ധൈര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. യെസ്, ഇപ്പോൾ ഈ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുന്നത്, കാരണം ഈ ഒരു എനർജി കാരണമാണ് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ ഇടയായത്. ഇത് എത്ര പേര് ഈ റീഡിംഗ് കാണും എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇവിടെ ഈ ഒരു എനർജി നല്ല രീതിയിൽ തന്നെ പ്രസന്റബിൾ ആയി നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു എനർജി, ഇത് നൈറ്റ് ഓഫ് ഫയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കറിയാം ഒരു കുതിരപ്പുറത്ത് ഒരാൾ ഇരുന്നു കൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ സ്പീഡിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട്. അപ്പോൾ വളരെ പാഷനേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഓക്കെ, വളരെ പാഷനായിട്ടുള്ള റിലേഷൻഷിപ്പാണ്, വളരെ പാഷനായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. വളരെയധികം അട്രാക്ഷൻ ഈ വ്യക്തിക്ക് നിങ്ങളോടുണ്ട്. ഈ സിറ്റുവേഷൻസ് എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തീരുമാനിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ എന്നിട്ടും ഒരുപാട് എതിരാളികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ മസ്റ്റായിട്ടും ഒരുപാട് എതിരാളികൾ, അതായത് നമുക്ക് കാണാൻ സാധിക്കും ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്, തിരമാലകൾ അടിക്കുന്നുണ്ട്. ഈ കപ്പല്, അതായത് ഈ ഒരു ബോട്ട് അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു കാര്യം മുങ്ങിപ്പോകുന്നതായിട്ട് അല്ലെങ്കിൽ മുങ്ങിപ്പോകാൻ പോകുന്ന രീതിയിലാണ് ഇവിടെ നിൽക്കുന്നത്. സോ അതാണ് ഈ ഒരു പെൺകുട്ടി വലിച്ചത് നേരെയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ നമുക്ക് നിങ്ങളുടെ പേഴ്സണായിട്ട് സങ്കല്പിക്കാം. ആൻഡ് ഓൾസോ ഈ തിരമാലകളാണെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾക്കും ഈ പേഴ്സണും ഇടയിൽ വന്നിട്ടുള്ള ആ ഒരു തടസ്സങ്ങളാണെന്ന് വിചാരിക്കാം. അതാണ് ഓക്കെ. അപ്പൊ അതിനെ എങ്ങനെയെങ്കിലും എന്താ പറയാ മറികടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറികടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ അതിനെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, ഈ ഒരു കാർഡ് വന്നതിന്റെ അർത്ഥം ഇപ്പോഴും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഇന്നും ഉണ്ടാവും, ഏത് കാലഘട്ടത്തിലും ഉണ്ടാവും. പക്ഷെ അതിനെ സോൾവ് ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ഓരോ മനുഷ്യരും ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഈ പേഴ്സൺ നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും ശ്രമിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ അത് മാത്രമേ, പക്ഷെ ആ ഒരു അതിനെ തോൽപ്പിക്കാനുള്ള പ്രശ്നങ്ങൾക്ക് മുന്നിൽ പോരാടിക്കൊണ്ട് ആ പ്രശ്നങ്ങളെ തോൽപ്പിക്കാനുള്ള ആ ഒരു തൻ്റെ ഇടം ഈ വ്യക്തിയിൽ
വന്നു ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം ഈ പേഴ്സൺ ആ ഒരു ധൈര്യവും തൻ്റെ ഇടവും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എങ്ങനെയെങ്കിലും ആവട്ടെ, എങ്ങനെയെങ്കിലും പോട്ടെ, അല്ലെങ്കിൽ ഞാൻ തോറ്റു, എൻ്റെ ജീവിതം നശിഞ്ഞു എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ മെന്റാലിറ്റി എല്ലാം മാറിക്കൊണ്ട് അതിനെ എനിക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റിൽ. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫൈനലൈസ്ഡ് കാർഡ് ഈസ് വെരി സ്പെഷ്യൽ ഫോർ യു. ന്യൂ ചാപ്റ്റർ ആണ്. ഐ എം ട്രൈങ് ടു മൂവ് ഓൺ ആണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ പേഴ്സൺ അതിനെ മൂവ് ഓൺ ചെയ്യാനായിട്ട്, അതിനെ മറികടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ ഒരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്താൻ ഈ പേഴ്സണ് സാധിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് ഈ പേഴ്സണ് പുറകിലേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. എന്തായാലും നിങ്ങളുമായിട്ട് പുതിയൊരു തുടക്കം തുടങ്ങണം എന്നുള്ള ഒരു മനോഭാവത്തോടെ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 1-2 മാസമായിട്ട് നമ്മുടെ ഈ ചാനലിൽ വീഡിയോസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ റീഡിംഗ് എത്ര പേരായിരിക്കും കാണുന്നത് എന്ന് നമുക്കറിയില്ല. ബട്ട് കാണുന്നവര് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും ചിന്തകൾ വരാറുണ്ടായിരിക്കാം, ഈ പേഴ്സൺ എന്തായിരിക്കും ചെയ്യുന്നത്, ഏത് സാഹചര്യത്തിലായിരിക്കും, എവിടെയായിരിക്കും, നിങ്ങളുടെ അടുത്തേക്ക് വരുമോ ഇല്ലയോ, വഴക്ക് മാറ്റുമോ എന്നിങ്ങനെയുള്ള 100,000 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമായിരിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഉത്തരങ്ങളായിട്ടാണ് ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ കൺമുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ അത് ചെയ്യുക, പ്രാർത്ഥിക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മാക്സിമം പറ്റുമെങ്കിൽ കൊടുത്തേക്കാം. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.